നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, വിദ്യാഭ്യാസം കൊണ്ട് നാം നേടേണ്ടത് സംസ്കാരമാണ്. പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഗുരുകുലങ്ങൾ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുകളായിരുന്നെന്ന് കാണാൻ സാധിക്കും. ഗുരു ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രങ്ങൾ കേട്ടു പഠിക്കും. ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ അവനത് ഹൃദയത്തിൽ ഉറപ്പിക്കും. മാത്രമല്ല, ആശ്രമത്തിലെ എല്ലാ സേവന പ്രവർത്തനങ്ങളും ശിഷ്യന്മാർ തന്നെ നിഷ്കാമമായി ചെയ്യും. അവസാനം പഠനം കഴിഞ്ഞാലോ, സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമതഃ ആചാര്യ പ്രിയം ധനം ആഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സി. ഗുരുകുലം വിട്ടിറങ്ങുന്ന ശിഷ്യന് ഉപദേശിക്കുന്ന മന്ത്രമാണിത്. സത്യം പറയണം, ധർമ്മം ആചരിക്കണം, സ്വാധ്യായത്തിൽ വീഴ്ച വരരുത്, ആചാര്യന് പ്രിയപ്പെട്ട ധനം ദക്ഷിണയായി നൽകി ഗൃഹസ്ഥാശ്രമ ധർമ്മമായ സത്സന്താനങ്ങളുടെ പരമ്പരയെ നിലനിർത്തണം. നിന്നേക്കാൾ മുതിർന്നവരെ കണ്ടാൽ നീ അനുസരണയ്ക്ക് വിധേയനാകുക. സമൂഹത്തിന് ദോഷകരമായതൊന്നും നീ ചെയ്യരുത്. എന്നാൽ നിന്റെ വ്യക്തിത്വം നീ നഷ്ടപ്പെടുത്താനും പാടില്ല. ജീവിതം എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നും അന്നവർ പഠിച്ചു. മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം. അന്ന് സദാചാരമുണ്ടായിരുന്നു, ഭക്തിയുണ്ടായിരുന്നു, പ്രകൃതിയോടുള്ള സ്നേഹബന്ധം ദൃഢമായിരുന്നു. എന്തുകൊണ്ടും ഉദാത്തമായ ഒരു വിദ്യാഭ്യാസ സംസ്കാരമായിരുന്നു പൗരാണിക ഭാരതം നമുക്ക് സമ്മാനിച്ചത്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? എത്രമാത്രം കാര്യങ്ങളാണ് ദിനം പ്രതി വിദ്യാർത്ഥികൾ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അടിസ്ഥാന മൂല്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. അമ്മ പറയാറുണ്ട്, ഇന്ന് 2 തരത്തിലുള്ള വിദ്യാഭ്യാസമാണുള്ളത്. ജീവിതത്തിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസവും ഉപജീവനത്തിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസവും. അധ്യാപകന്റെ ബുദ്ധിയിൽ നിന്ന് വിദ്യാർത്ഥിയുടെ ബുദ്ധിയിലേക്ക് പകരുന്ന കുറെ വിവരങ്ങൾ മാത്രമല്ല, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകരുന്ന സംസ്കാരമാവണം വിദ്യാഭ്യാസം. ഭൗതികമായ അറിവുകളെല്ലാം പുസ്തകങ്ങളിൽ നിന്നോ മറ്റു മാധ്യമങ്ങളിൽ നിന്നോ നേടാം. തൊഴിലിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഉയർന്ന കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയതാണിതെല്ലാം. പക്ഷേ ആത്മീയ മൂല്യങ്ങൾ നേടി താൻ ആരാണെന്ന തിരിച്ചറിവിലെത്താനാണ് പലപ്പോഴും നാം മറന്നു പോകുന്നത്. സാഗരം പോലെ ആഴവും പരപ്പവുമുള്ള സനാതന ധർമ്മതത്വങ്ങളാണ് നാം നേടിയെടുക്കേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് ചുറ്റും ഒന്ന് നിരീക്ഷിക്കും. വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും നമുക്കാരാധ്യരായ സ്നേഹവും വിനയവും കൈമുതലുള്ളവർ എത്രയോ പേരുണ്ട്. മറിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സാമൂഹ്യധർമ്മം അനുസരിച്ചു ജീവിക്കാൻ അറിയാത്തവരുമില്ലേ? അപ്പോൾ ഒരാൾ എത്ര പഠിച്ചു എന്നതല്ല മഹത്വം, സമൂഹത്തിൽ എല്ലാവരോടും വിനയത്തോടും പെരുമാറാൻ കഴിയുക, ദുഃഖിതരോട് കരുണ കാട്ടുക, ക്ഷമ ശീലിക്കുക, വിവേകബുദ്ധിയോടെ സാഹചര്യങ്ങളെ നേരിടുക, ഇതൊക്കെയാണ് ശ്രേഷ്ഠം എന്ന് പറയേണ്ടി വരും. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ആത്മസാക്ഷാത്കാരമാണ്, അവനവനെ അറിയലാണ്. അതിന് തടസ്സമായി നിൽക്കുന്നതോ രാഗദ്വേഷങ്ങളടങ്ങിയ നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നു, ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാധയേ ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉയർത്തണം. മനസ്സു നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ശത്രുവിനെ വളർത്തുകയാണ്. മറിച്ച് നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചാലോ, നമ്മളിലെ മിത്രമാണ് വളരുക. നമ്മുടെ ജീവിതപാതയിലെ വെളിച്ചവും നാമാണ്, ഇരുട്ടും നാമാണ്, നമ്മുടെ മനസ്സാണ്. വിവേകബുദ്ധിയോടെ വേണ്ടതു മാത്രം തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മൊബൈലും ടിവിയും ഇന്റർനെറ്റുമൊക്കെ നമ്മളെ കീഴടക്കും. ഗുരു കൃപയുണ്ടെങ്കിൽ നന്മയെ തിരിച്ചറിയാനും കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ഹരി ഓം നമഃ ശിവായ.